വി ഗോവിന്ദൻ മാസ്റ്ററോട് ഇന്ന് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വർഗീയതയ്ക്കെതിരാണ് പോരാട്ടം. ജമാഅത്തെ ഇസ്ലാമി എന്ന ഒറ്റ വിഷയത്തിൽ ഈ അവസാന ദിനങ്ങളിലും ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ പ്രചാരണം നടത്തിയ ശേഷം മറ്റു വിഷയങ്ങളിലേക്ക് മാറുമെന്ന ഒരു തോന്നൽ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ വിവാദമൊക്കെ ആ ഒരു ഒറ്റ ദിവസം മാത്രം ചർച്ച ചെയ്തതിനു ശേഷം തിരിച്ച് വീണ്ടും ജമാഅത്തെ ഇസ്ലാമി എന്ന ഗോൾ പോസ്റ്റിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇടതുപക്ഷം. ഇന്നത്തെ ദിവസവും അതിൽ ഊന്നി തന്നെയാണ് സംസാരിച്ചത്. മുഖ്യമന്ത്രിയായാലും വി ഗോവിന്ദനായാലും വർഗീയതയ്ക്കെതിരാണ് പോരാട്ടമെന്ന് വി ഗോവിന്ദൻ പറയുന്നു. അതോടൊപ്പം തന്നെ ഭരണത്തിന്റെ വിലയിരുത്തലാണോ എന്ന് ചോദിക്കുമ്പോൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുകയാണ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ വിലയിരുത്തൽ ആകട്ടെ, ഭരണത്തെ വിലയിരുത്തുന്നതിനോട് ഒരു എതിർപ്പുമില്ല. അപ്പോൾ ആ കോൺഫിഡൻസ് എവിടെ നിന്നാണ് വരുന്നത് എന്നതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ടിനെതിരായ ഒരു വിധിയെഴുത്തായി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരും എന്ന് ഇടതുപക്ഷം കരുതുന്നുണ്ട് എന്നതിന്റെ ഒരു സൂചനകൾ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പോത്തുകല്ലിലെ പ്രസംഗത്തിൽ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. പോത്തുകല്ലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിയെ അകറ്റി നിർത്തിയതാണ്. മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ അറിവോടെയാണ് കോൺഗ്രസ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടത്. പോത്തുകല്ലിലെ പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി വളരെ ഡയറക്റ്റ് ആയിട്ട് ഇക്കാര്യം തന്നെ എടുത്തു പറയുന്നു, അല്ലെങ്കിൽ ആവർത്തിക്കുന്നു എന്നത് ഒരു സൂചന തന്നെയാണ്. ഇനിയിപ്പോൾ ചൊവ്വാഴ്ച വരെയാണ് പരസ്യ പ്രചാരണത്തിനുള്ള സമയം. ഒരു കാര്യം ആവർത്തിച്ചുറപ്പിക്കുന്നത് ആളുകളുടെ മനസ്സിൽ അത് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ചെയ്യുകയാണ്. അപ്പോൾ മുസ്ലിങ്ങൾ എല്ലാവരും ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമല്ല. മുസ്ലിം രാഷ്ട്രം, മതരാഷ്ട്രം രൂപീകരിക്കുക എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നയത്തിന് മുസ്ലിങ്ങളെല്ലാം അനുകൂലമല്ല. അതൊരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്.